നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് സൺഡേ ന്യൂസ് നൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്രിക്കറ്റിന്റെ വസന്തകാലം അസ്തമിക്കുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ഒത്തുകളിയും ക്രിക്കറ്റിനെ മലീമസമാക്കിയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത് സംബന്ധിച്ച് ഒരു ഡോക്യുമെന്ററി പുറത്തിറങ്ങിയിരിക്കുന്നു. അത് വൈറലായിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. വൈ വേൾഡ് ക്രിക്കറ്റ് ഈസ് മിസ്മാനേജ്ഡ് എന്ന തലക്കെട്ടോടുകൂടി ഒരു ഡോക്യുമെന്ററി പുറത്തു വന്നിരിക്കുന്നു. അത് വൈറലായിരിക്കുന്നു. സാം കോളിൻസ് സംവിധാനം ചെയ്ത ഇത് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വസന്തകാലം അസ്തമിക്കുന്നു എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ക്രിക്കറ്റിന്റെ എല്ലാ മേഖലകളിലും അഴിമതിയും സ്വജനപക്ഷപാതവും ഒത്തുകളിയും 2020 മത്സരങ്ങളുടെ ആധിക്യം മൂലം യഥാർത്ഥ ക്രിക്കറ്റ് നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഈ ഡോക്യുമെന്ററി വെളിപ്പെടുത്തുന്നു. 3 രാജ്യങ്ങൾ, ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഈ 3 രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ക്രിക്കറ്റ് സംസ്കാരം വളർന്നു വരുന്നു. അതും സ്വകാര്യ സ്വത്തെന്ന രീതിയിലാണ് ഈ 3 രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ബോർഡുകൾ പ്രവർത്തിക്കുന്നതെന്നും ഈ ഡോക്യുമെന്ററി വെളിപ്പെടുത്തുന്നു. ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി എത്തുന്നത് ശ്രീ ഷൈജു ദാമോദരൻ. അദ്ദേഹം മാധ്യമപ്രവർത്തകനാണ്, സ്പോർട്സ് സ്പെഷ്യലിസ്റ്റാണ്. അതോടൊപ്പം സ്പോർട്സ് അനലിസ്റ്റായ ദേവദാസ് ചേരുന്നു. ശ്രീ കെ എൻ രാഘവൻ, ക്രിക്കറ്റ് സ്പെഷ്യലിസ്റ്റും അമ്പയറുമാണ് ശ്രീ കെ എൻ രാഘവൻ. അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പരിശീലകനായിട്ടുള്ള ശ്രീ രംഗനാഥനെയും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ ശ്രീ ദേവദാസിലേക്ക്. അതായത് പി ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള BCCI ആണ് ലോക ക്രിക്കറ്റിന്റെ അന്തകരുടെ ആ ഗണത്തിൽ ആദ്യ പേരായി ഉയർന്നു വരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പി ശ്രീനിവാസന്റെ ആ ഒരു ഇമേജ് അത്രമാത്രം വഷളായിരിക്കുന്നു. 2020 മത്സരങ്ങൾ വന്നതോടുകൂടി 2020 ലോകകപ്പ് ഇന്ത്യ ആദ്യത്തെ 2020 നേടിയതിന് തൊട്ടു പിന്നാലെ IPL ആരംഭിക്കുകയും IPL ആദ്യ വർഷം തൊട്ട് തന്നെ വിവാദങ്ങളുടെ ഒരു വലിയ പട്ടിക ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഉയർന്നു വന്നിരിക്കുന്നു. മാത്രമല്ല ക്രിക്കറ്റിൽ ടെസ്റ്റ് ക്രിക്കറ്റ് എന്നുള്ള ആ ഒരു അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ സൗന്ദര്യം എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 2020 മത്സരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യാന്തര ക്രിക്കറ്റ് ബോർഡായിട്ടുള്ള ICC തന്നെ രാജ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ക്ലബ്ബുകൾക്ക് വേണ്ടിയുള്ള പ്ലാനിംഗ് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? അത് എന്താ പറയാ, ഇത് കാലാകാലം പറയുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയേണ്ട BCCI എന്നല്ല, ബണ്ടി ചോസ് കൺട്രോളിംഗ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ടു ദ വേൾഡും. ഇപ്പോ സുപ്രീം കോടതി ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. സുപ്രീം കോടതി ഞങ്ങളെ CSKനെ ടെർമിനേറ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ചു മുഡ്ഗൽ കമ്മിറ്റി. അത് BCCI ചെയ്യേണ്ട. പക്ഷെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഈ കാട്ടുകള്ളനായ വീരപ്പനെ പോലത്തെ ശ്രീനിവാസൻ ചെയ്യാത്തതുകൊണ്ടാണ് മുഡ്ഗൽ കമ്മിറ്റി വെച്ച് പിന്നെ ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് ലോക കമ്മീഷൻ പറഞ്ഞ 2 years സസ്പെൻഷൻ. അതൊന്നുമല്ല, 11.3C ക്ലോസ്. അത് IPL ക്ലോസ് ആണ്, ഞങ്ങൾ പറയുന്ന ക്ലോസ് അല്ല. അത് ഈ ക്രിക്കറ്റേഴ്സ് അല്ല, ഈ ആഫ്റ്റർ ബോൺ ലെഫ്റ്റ് ഓവർ ബോണീറ്റേഴ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അത് ഏതാളും. അതെന്താന്ന് പറഞ്ഞാൽ അവർക്ക് കക്കാൻ വേണ്ടിയിട്ട് വേറെ സ്റ്റേറ്റ് അസോസിയേഷൻ. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെട്ടത്. സുപ്രീം കോടതി ഒരിക്കലും മത്സരിക്കരുതെന്ന് പറഞ്ഞ ശ്രീനിവാസൻ, നിങ്ങളൊന്ന് ആലോചിച്ച, വീരപ്പൻ, ആനക്കള്ളം വീരപ്പൻ വേൾഡിന്റെ ആനക്കൊമ്പിന്റെ മ്യൂസിയത്തിന്റെ ചെയർമാൻ ആക്കിയാൽ എങ്ങനെയിരിക്കും? അതേപോലെയായി ഇവിടെ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആള് ICCന്റെ ചീഫ്. ICC ആണ് നിയന്ത്രിക്കുന്നത് BCCI. അപ്പോൾ നമുക്ക് ദേവദാസ് ഒന്ന് ഇടപെട്ടോട്ടെ. നമുക്ക് ആ ശ്രീനിവാസന്റെ ഒരു ഇതിലേക്ക് വരുന്നതിന് മുമ്പായി ക്രിക്കറ്റ് എന്നുള്ള ആ കായിക ഇനത്തെ വളരെയധികം വാണിജ്യവൽക്കരിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഡോക്യുമെന്ററിയിൽ. ഡെത്ത് ഓഫ് എ ജെന്റിൽമാൻ എന്ന ഒരു പക്ഷേ ശ്രീ കെ എൻ രാഘവൻ നമ്മളൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. താങ്കൾ ഈ ഡോക്യുമെന്ററി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണല്ലോ. എങ്ങനെയാണ് അവരുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ ഈ അന്വേഷണാത്മക സിനിമ എത്രമാത്രം യാഥാർത്ഥ്യത്തോട് യോജിക്കുന്നതാണ്? ശ്രീ രാഘവൻ. ഇവർ തുടങ്ങിയ സാം കോളിൻസും ജെറോഡ് കിംബറും അവര് ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാന്യത്തെ പറ്റി അന്വേഷിക്കാനായിട്ടാണ് തുടങ്ങിയത്. പക്ഷെ അവരുടെ അന്വേഷണം വെച്ച് ചേർന്ന ടെസ്റ്റ് ക്രിക്കറ്റ് മാത്രമല്ല, ക്രിക്കറ്റ് എന്ന മത്സരം എന്ന കളി മുഴുവൻ ഒരു നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നൊരു കൺക്ലൂഷനിലാണ് അവരെത്തിയത്. അപ്പോൾ അവർ തുടങ്ങിയ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അവർ പഠിച്ചു വന്നപ്പോൾ കളിയെ ബാധിക്കുന്ന, അത് കളിയുടെ ഭാവിയെ തന്നെ വളരെ മോശമായി ബാധിക്കുന്ന കുറെ പ്രവണതകൾ അവർ കണ്ടു. അതിൽ പ്രധാനമായിട്ടുള്ളത് പൈസയുടെ, അതായത് കാശിന്റെ ഒരു വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് കളിയുടെ മുകളിൽ വന്നിരിക്കുന്നു. അവർ ചോദിക്കുന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ക്രിക്കറ്റ് കളി നടക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണോ അതോ പൈസയുടെ ആവശ്യം ക്രിക്കറ്റ് കളി നടത്താൻ വേണ്ടിയാണോ എന്നാണ്. ഒരു കളി നടത്താൻ പൈസ ആവശ്യമുണ്ട്, പക്ഷെ കളിയുടെ നിലനിൽപ്പ് പൈസയ്ക്ക് വേണ്ടി ആകരുത്. അങ്ങനെ ഒരു പ്രവണത ക്രിക്കറ്റിലേക്ക് വന്നിരിക്കൂ എന്നൊരു കണ്ടെത്തലാണ് അവർ കണ്ടുപിടിച്ചത്. അത് വളരെ ഇതുവരെ ശരിയാണ്. കാരണം കഴിഞ്ഞ ഒരു ICC മീറ്റിംഗ്, അവർ തന്നെ പ്രത്യേകം പറയുന്നത്, ദുബായിൽ നടന്ന ICC മീറ്റിംഗിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും കൂടി ചേർന്ന് ICCയുടെ വരുമാനം, ഈ വരുമാനം മുഴുവൻ TV റൈറ്റ്സ് വിറ്റിട്ടുള്ള വരുമാനമാണ്. അതിന്റെ 52% ഈ 3 രാജ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. 25% ഈ
അസോസിയേറ്റ് മെമ്പർമാർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഒരു 10-40 അസോസിയേറ്റ് മെമ്പർമാരുണ്ട്, അവർക്ക് വേണ്ടിയാണ് 25% മാറ്റിവെക്കുന്നത്. ബാക്കി പൈസ മാത്രമേ ബാക്കിയുള്ള രാജ്യങ്ങൾ, അതായത് ശ്രീലങ്ക, ന്യൂസിലൻഡ്, വെസ്റ്റ് ഇൻഡീസ്, ഇങ്ങനെയുള്ള ബംഗ്ലാദേശ്, ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങളെ എല്ലാം ഒരു ചെറിയ രാജ്യങ്ങളായി കണ്ട് അങ്ങനെ പൈസ കൂടുതൽ വരുത്തുന്ന, അതായത് ഇന്ത്യ മാതിരി, IPL മാതിരി, അല്ലെങ്കിൽ കൂടുതൽ കളി കാണാനുള്ള പ്രേക്ഷകരുണ്ട്, TV ഓഡിയൻസ് ഉണ്ടെന്ന് ഉറപ്പുള്ള ആ രാജ്യങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടുന്ന രീതിയിലേക്ക് സ്ഥിതികൾ കൊണ്ടെത്തിച്ചു. അപ്പൊ അതിൽ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ്, പൈസ കളിക്ക് ആവശ്യമാണ്, പക്ഷെ കളി നിയന്ത്രിക്കുന്നവർ കളിയുടെ ഭാവിയെ പറ്റി കൂടി ആലോചിക്കണം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് പൈസയുടെ ക്ഷാമമില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡാണ് ലോക ക്രിക്കറ്റ് നയിക്കുന്നതെങ്കിൽ ആ കളി ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കാനായിട്ട്, പ്രത്യേകിച്ച് ബാക്കിയുള്ള ചെറിയ രാഷ്ട്രങ്ങളിൽ കളി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ മാതിരി ഒരു രാഷ്ട്രത്തിൽ അവിടെ കളിയുണ്ട്, പക്ഷെ കളിക്ക് കുറച്ചുകൂടി പൈസ കിട്ടിയാൽ കുറച്ചുകൂടി നന്നായി അവർക്ക് ചെയ്യാൻ സാധിക്കുമോ? അങ്ങനെയുള്ള രാജ്യങ്ങളെ സഹായിക്കുന്നതിന് പകരം പൈസയുള്ള രാഷ്ട്രങ്ങൾക്ക്, പൈസയുള്ള അസോസിയേഷനുകൾക്ക് കൂടുതൽ പൈസ എത്തിച്ചു കൊടുത്ത് അവരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവണത കാണുന്നു. ശ്രീ രാഘവൻ, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഈ ഡോക്യുമെന്ററിയിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഇവർ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്ന് തോന്നുന്നതുകൊണ്ടാണ്. അതായത് സ്വതന്ത്ര ക്രിക്കറ്റ് ബോർഡ് അത് ഇന്ത്യയിൽ ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. പക്ഷെ അത് പ്രാവർത്തികമാക്കിയ ഒരു രാജ്യമാണ് അയർലൻഡ്. 2007 അവർ പ്രാവർത്തികമാക്കി വളരെ നല്ല രീതിയിലാണ് ആ ക്രിക്കറ്റ് ബോർഡ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ, 3 രാജ്യങ്ങളുടെ പേര് അവർ പറയുന്നുണ്ട്, ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. ഈ 3 രാജ്യങ്ങളും ടെലിവിഷൻ മാർക്കറ്റിൽ മാത്രം കേന്ദ്രീകൃതമായിക്കൊണ്ട് ക്രിക്കറ്റിനെ വാണിജ്യവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ക്രിക്കറ്റിന്റെ ബോർഡിന്റെ നിയന്ത്രണം സ്വകാര്യ വ്യക്തികൾ അവരുടെ കുടുംബ സ്വത്ത് പോലെ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. അത് എത്രമാത്രം ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതിനെ ന്യായീകരിക്കാൻ സാധിക്കും? അല്ല, അത് വളരെ ഒരു വലിയ പരിധി ശരിയായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഘടന എടുക്കുകയാണെങ്കിൽ ഈ ഒരു ബോർഡിലേക്ക് ആർക്കും അംഗത്വം കിട്ടുന്നില്ല. ഇപ്പൊ ബോർഡിലെ അംഗങ്ങൾ, ഇപ്പൊ സാധാരണ നമ്മളൊരു മത്സരങ്ങൾ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു കളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അസോസിയേഷനിൽ സ്ഥാനം കിട്ടണം. ഇന്ത്യയിൽ അതുണ്ടോ? അതില്ല. തമിഴ്നാട്ടിലെ ചാരിറ്റീസ് ആക്ട് പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് BCCI ഇന്നും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഒരു നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയ്ക്ക് 3 അസോസിയേഷൻ ഉണ്ട്, ഗുജറാത്തിന് 3 അസോസിയേഷൻ ഉണ്ട്. ഒരു ക്രിക്കറ്റും കളിക്കാതെ നാഷണൽ ക്രിക്കറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു ക്ലബിന് ഒരു മെമ്പർഷിപ്പ് ഉണ്ട്. പണ്ട് 1970 വരെ കളിച്ചിരുന്ന യൂണിവേഴ്സിറ്റീസിനൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്ന പല സംസ്ഥാനങ്ങളും, ബീഹാറിന് മെമ്പർഷിപ്പ് ഇല്ല, ധാരാളം സംസ്ഥാനങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കുന്ന ആൾക്കാർ, ഈ ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കുന്നവർ മാത്രമേ ഈ ഒരു പ്രൈവറ്റ് ക്ലബിന്റെ ഉള്ളിലേക്ക് വരികയുള്ളൂ. ഇതിലവർ പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഇതെല്ലാവരും ഒരു പ്രൈവറ്റ് ക്ലബിന്റെ അംഗങ്ങളെ മാതിരിയാണ് ഈ കളി നടത്തുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ് പെരുമാറുന്നത്. അപ്പൊ കളിയെക്കാട്ടിലും വലുതാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നുള്ള രീതിയിലേക്ക് കാര്യം എത്തുന്നു. തീർച്ചയായും ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക ശ്രീ രാഘവൻ. നമ്മോടൊപ്പം ശ്രീ ഷൈജു ദാമോദരൻ ചെയ്യുന്നു. ക്രിക്കറ്റിന്റെ വസന്തകാലം അസ്തമിക്കുകയാണോ? പ്രത്യേകിച്ചും ഈ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ക്രിക്കറ്റിലെ കോഴ അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗ് എന്നുള്ളത് ഒരുപാട് ചർച്ച ചെയ്തെങ്കിലും ലെജൻഡറി ക്രിക്കറ്റേഴ്സ് ആയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡോ സുനിൽ ഗാവസ്കർ ഉൾപ്പെടെയുള്ളവരോ ഒരു വാക്കുപോലും അതേക്കുറിച്ച് പറയുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ കൂടി നിലനിൽക്കുന്നുണ്ട്. ശ്രീ ഷൈജു ദാമോദരൻ. തീർച്ചയായും പ്രദീപ്, ക്രിക്കറ്റിന്റെ വസന്തകാലം അസ്തമിച്ചുവോ എന്ന ചോദ്യത്തിന് എല്ലാ തരത്തിലും പ്രസക്തിയുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഈ 2 ഇംഗ്ലീഷുകാർ ചേർന്നെടുത്ത ഡെത്ത് ഓഫ് എ ജെന്റിൽമൻ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ, 1 മണിക്കൂർ 39 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി ഇപ്പോൾ വൈറലാവുകയും അത് ക്രിക്കറ്റ് ലോകത്ത് വരുത്തി വെച്ചിരിക്കുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ചാണ്. അതായത് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ സത്യം അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലോ 2 സ്ഥാപനങ്ങൾ തമ്മിലോ 2 പ്രസ്ഥാനങ്ങൾ തമ്മിലോ ഒക്കെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് പൊട്ടിച്ചു കളയാൻ എളുപ്പമാണ്. ഇറ്റ്സ് എ ഫ്രജൈൽ ലൈക്ക് തിങ്. പക്ഷേ അതൊരു സ്ഫടികപാത്രം പോലെയാണ്. പിന്നീട് റിപ്പയർ ചെയ്യാൻ എളുപ്പമല്ലാത്ത, കൂട്ടിച്ചേർക്കാൻ എളുപ്പമല്ലാത്ത ഒരു സംഗതിയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ക്രിക്കറ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതായത് അമിതമായ പണത്തിന്റെ ധാരാളിത്തം മൂലം, അതായത് മണി ഇൻവോൾവിംഗ് മാറ്റേഴ്സിൽ നമ്മൾ പാലിക്കേണ്ട ചില അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുണ്ട്, ചില വാല്യൂസ്, ചില ട്രാൻസ്പെറൻസികളുണ്ട്. അതായത് ചില കാര്യങ്ങൾ നമ്മൾ സുതാര്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, നാം വ്യക്തിപരമായി സുതാര്യരായിരിക്കണം, ചില കാര്യങ്ങൾ, ചില മൂല്യങ്ങൾ നമുക്ക് മുറുകെ പിടിക്കേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ ICC ആയാലും BCCI ആയാലും കഴിഞ്ഞ കുറെ നാളുകളായി, കഴിഞ്ഞ 15 വർഷങ്ങളോളമായി ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു താൻപോരിമ, അല്ലെങ്കിൽ ഒരു സ്വജനപക്ഷപാതം, സ്വാർത്ഥ താല്പര്യം, ഇത്തരം വാക്കുകളൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഇപ്പോ
ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു പ്രധാന സംഗതി കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നടന്ന ICC വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മാച്ച് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ്. ഇന്ത്യ 109 റൺസിന് വിജയിച്ച ആ മത്സരത്തിൽ സുപ്രധാനമായ ഒരു വിവാദം ഉണ്ടായിരുന്നു. രോഹിത് ശർമ്മ 90 റൺസിൽ ബാറ്റ് ചെയ്യുമ്പോൾ റൂബൽ ഹുസൈൻ എറിഞ്ഞ ഒരു പന്ത് ശരിക്കും ഒരു വെയിസ്റ്റ് ഹൈറ്റിനേക്കാൾ താഴെ വന്ന ഒരു ഫുൾ ടോസ് മാത്രമായിരുന്നു അത്. പക്ഷെ അത് നോ ബോൾ വിധിക്കുകയും രോഹിത് ശർമ്മ 137 റൺസ് എടുക്കുകയും ഇന്ത്യ അനായാസം സെമിഫൈനലിലേക്ക് പോവുകയും ചെയ്തു. ആ മത്സരത്തിൽ ആ ഒരു അമ്പയർമാരുടെ തീരുമാനം ഏകപക്ഷീയമാണ്, അതിൽ എന്തോ കള്ളത്തരം നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ച് ICCയുടെ പ്രസിഡന്റ് ബംഗ്ലാദേശുകാരനായ മുസ്തഫ കമാൽ രാജ്യഭീഷണി മുഴക്കിയ കാര്യങ്ങളൊക്കെ താങ്കൾക്ക് അറിയാവുന്നതാണ്. ബംഗ്ലാദേശ് ഭരണാധികാരി വരെ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായിരുന്നു. നമ്മോടൊപ്പം ശ്രീ രംഗനാഥൻ ചേരുന്നു. അദ്ദേഹം ക്രിക്കറ്റ് പരിശീലകനാണ്, ക്രിക്കറ്റ് രംഗത്ത് വളരെ സജീവമായുള്ളതാണ്. ശ്രീ രംഗനാഥൻ, താങ്കളോട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ആരാധകർക്കുള്ള ഒരു കേവല ഉൽപ്പന്നം മാത്രമാണോ ക്രിക്കറ്റ്? അങ്ങനെയാണെങ്കിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആരാധകരെ വഞ്ചിച്ച്, അതായത് ഈ മാച്ച് ഫിക്സിംഗ് വഴി വഞ്ചിച്ചതിനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? പ്രത്യേകിച്ചും IPLന്റെ കാര്യത്തിലാണെങ്കിൽ. ശ്രീ രംഗനാഥൻ ടെലിഫോൺ ലൈനിൽ ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ ചോദ്യം നേരെ ശ്രീ ദേവദാസിലേക്ക് നൽകുകയാണ്. ശ്രീ ദേവദാസ്, താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് സ്പോർട്സ് എന്നതിനപ്പുറത്തേക്ക് മാച്ച് ഫിക്സിങ്ങും കോഴയും സ്വജനപക്ഷപാതവും അഴിമതിയും എല്ലാം കൂടി കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ദശലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ 24 മണിക്കൂറും, പ്രത്യേകിച്ച് ടെലിവിഷൻ ഗെയിമായി മാറിയിരിക്കുന്നു ഒരു പരിധിക്കപ്പുറത്തേക്ക് ക്രിക്കറ്റ്. ശ്രീ ദേവദാസ്, ഇതാണ് അതിപ്പോ രംഗനാഥൻ പറയുന്നതിന്റെ ഒരു ഷോർട്ട് സ്റ്റിന്റിനെ കേട്ടപ്പോ തിരിഞ്ഞില്ലേ, ഇതൊന്നും ടെസ്റ്റ് അതൊന്നുമല്ല, ഇത് കാട്ടുകൊള്ളയാണ്. IPL എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കാനും ഫിക്സിങ്ങിനും പറ്റിയതാണെന്ന് ഞാനല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞ കള്ളപ്പണം. പക്ഷേ രാഹുൽ ഗാന്ധിന്റെ തന്നെ രാജീവ് ശുക്ലയാണ് CEO ഇപ്പത്തെ IPLന്റെ 6ലും CEO. എന്താ BJPക്കാരൻ രവിശങ്കർ പ്രസാദിന്റെ അളിയനാണ്. അപ്പൊ ഇവരെല്ലാം ഒരു കൂട്ടുകമ്പനി. അതുകൊണ്ടാണ് ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്ത നീരജ് കുമാർ ACSU ചീഫായ. ഈ ACSUവിന്റെ ICC ACSUവിന്റെ ചീഫാണ്, മറ്റേ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ICC ചീഫ് ശ്രീനിവാസൻ. കാട്ടുകള്ളൻ തന്നെയാണ് ഈ സെക്യൂരിറ്റിയും റെഗുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നും കൂടി പ്രദീപ് ഒന്ന് ആലോചിക്കേണ്ടത്, ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. 2013 ഫിക്സിംഗ് എല്ലാം പിടിച്ച ശേഷം പ്രൈസ് സെറമണിയിൽ ഒരു നിർബന്ധമായിരുന്നു ശ്രീനിവാസന് CSK ചെന്നൈ സൂപ്പർ കിങ്സിന് ഫെയർ പ്ലേ അവാർഡ് നോക്കണം, ഫെയർ പ്ലേ അവാർഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്നും ചെക്ക് ചെയ്ത 2013 CSK ആണ് ഫെയർ പ്ലേ അവാർഡ് കിട്ടിയത്. ഇപ്പൊ ലോധ കമ്മീഷൻ പറഞ്ഞ കള്ളത്ര കളിച്ചത് അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ശ്രീനിവാസനും ടീമും ഇതൊരു അതുകൊണ്ടാണ് ലളിത് മോഡിനെ സേവ് ചെയ്യാൻ ഇവിടുത്തെ രാജ്യരക്ഷാ മന്ത്രിയും മോഡിയും അമിത്ഷായും എല്ലാം ശ്രമിക്കുന്നത്. രംഗനാഥൻ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ രംഗനാഥൻ, BCCIയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണെന്ന് തോന്നുന്നുണ്ടോ? BCCI മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള ക്രിക്കറ്റ് അസോസിയേഷനുകൾ, ക്രിക്കറ്റ് ബോർഡുകൾ സുതാര്യമല്ല എന്നുള്ള ആരോപണം ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്നു. അതോടൊപ്പം തന്നെ BCCIക്ക് ബദലായിട്ട് സുഭാഷ് ചന്ദ്രയെ പോലുള്ള CTVയുടെ മുതലാളിമാർ പാരലലായിട്ടുള്ള BCCI അല്ലെങ്കിൽ ICC തന്നെ കൊണ്ടുവരും എന്നുള്ള ഭീഷണി മുഴക്കിയിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സുതാര്യത കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് താങ്കളുടെ നിർദ്ദേശം? സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഒരു അന്വേഷണം വന്നിരിക്കുകയാണ്. പല കാര്യങ്ങളും സുപ്രീം കോടതി തന്നെ നേരിട്ട് നടപടിക്രമങ്ങളിലോട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. പിന്നെ BCCIയുടെ നല്ല നടത്തിപ്പിന്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മികച്ച രീതിയിൽ ഇനി നടത്തിക്കൊണ്ടു പോകാനായിട്ട് കഴിവുള്ള എല്ലാവരും തന്നെ BCCIയിലുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു വിവാദം തീർച്ചയായിട്ടും ഈ ഒരു ജേണൽ, പ്രത്യേകിച്ച് ഈ ഒരു ഡോക്യുമെന്ററിയുടെ കാര്യത്തിലാണ് പറയുന്നത്. ക്രിക്കറ്റിനെ മാത്രം അടച്ച് അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ഫുട്ബോളിൽ എടുക്കുകയാണെങ്കിൽ ഫിഫയുടെ അഴിമതികളെ കുറിച്ച് ആരും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള എല്ലാ സ്പോർട്സിലും ഇങ്ങനെ കാലാകാലങ്ങളിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതനുസരിച്ച് അതിന്റേതായ ഉന്നമനത്തിൽ ഇപ്പൊ ഈ അടുത്ത വർഷം 2016 ഇന്ത്യയിൽ ലോകകപ്പ് നടക്കാൻ പോവാണ്. അപ്പൊ മാർച്ച് മാസം തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉറ്റുനോക്കുന്ന T20 ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുന്നു. അപ്പൊ ആ ലോകകപ്പ് എല്ലാവരും പ്രതീക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനപിന്തുണയോടുകൂടി തന്നെ ആ ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ഒരു ഇന്ത്യയിലെ BCCI അല്ലെങ്കിൽ ICC എല്ലാവരും കറപ്റ്റ് ആണ് അല്ലെങ്കിൽ എല്ലാവരും ക്രിക്കറ്റ് അഴിമതിയാണെന്നുള്ള പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തിരിച്ചു വരാം. ശ്രീ രാഘവൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ. അതായത് ഈ ടെസ്റ്റ് ക്രിക്കറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നു,
എന്നുള്ളൊരു ആംഗിളിലാണ് ഇവർ ഡെത്ത് ഓഫ് എ ജെന്റിൽമാൻ എന്ന അന്വേഷണാത്മക ഡോക്യുമെന്ററി തുടങ്ങുന്നതെങ്കിലും പിന്നീട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകുന്നു. മാത്രമല്ല ഈ ബാറ്റിംഗ് പിച്ചുകൾ ഉണ്ടാക്കിയെടുക്കുന്നു. 2020 മാച്ച്, അത് മാത്രം ആദ്യത്തെ ലോകകപ്പ് 2020 മത്സരം ഇന്ത്യ ജയിച്ചതിന്റെ അടുത്ത വർഷം തന്നെ IPL ആരംഭിക്കുന്നു. IPL ആരംഭിച്ചത് മുതൽ വിവാദങ്ങൾ തുടരുന്നു. ഈ സുതാര്യത എന്നത് മാത്രം മാറ്റിവെക്കുകയാണെങ്കിൽ പോലും ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്രിക്കറ്റിന്റെ ഒരു വസന്തകാലം അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ആ ഒരു സൗന്ദര്യശാസ്ത്രം അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം കൂടിയല്ലേ ഇപ്പോൾ? അതെ, ആ രീതിയിൽ വളരെ ശരിയായ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യം ഇതിൽ നോക്കാം. ഇപ്പൊ കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ നടന്ന ലോകകപ്പ്, ഒരു 1.5 മാസം നീണ്ടുന്ന ലോകകപ്പ് കഴിഞ്ഞു വരുമ്പോൾ എത്ര മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഒരു ക്ലോസ്ലി ഫോട്ട് എന്ന് പറയാൻ പറ്റിയത്. റണ്ണുകൾ ഒഴുകുന്ന പിച്ചുകളാണ് ഉണ്ടാക്കിയത്. അപ്പൊ ബാറ്റ്സ്മാൻമാരെ കൊണ്ട് കഴിയുന്നത്ര റൺസ് അടുപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഉള്ളൊരു 1992 ഒരു ലോകകപ്പ് ഓസ്ട്രേലിയയിൽ നടന്നിരുന്നു. അന്ന് നടന്ന ലോകകപ്പിന്റെ മത്സരങ്ങളും ഇപ്പോൾ നടന്ന ലോകകപ്പിന്റെ മത്സരങ്ങളും നോക്കുകയാണെങ്കിൽ വാശിയേറിയത് ക്ലോസ്ലി ഫോട്ടുള്ള മത്സരങ്ങൾ വളരെ കുറവായിരുന്നു. 2, ഈ കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ ICC ഒരു തീരുമാനം പറഞ്ഞു, ഞങ്ങൾ അസോസിയേറ്റ് മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ കുറയ്ക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനെ പോലെ ലോകകപ്പ് കളിക്കുന്നത് ആ ടീം അവിടെ കളിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് അതൊരു പ്രചോദനമാണ്. കൂടുതൽ കളിക്കാർ ആ കളിയിലേക്ക് വരും, കുട്ടികൾ ആ കളി കാണാൻ വരും. അങ്ങനെയാണ് ക്രിക്കറ്റിന്റെ സ്പ്രെഡ് ലോകത്തെല്ലായിടത്തും എത്തിക്കുക. അപ്പൊ അത് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു 5-6 പേര് മാത്രം കളിക്കും, ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ക്ലബ് ആവും എന്നൊരു സാഹചര്യത്തിലേക്ക് വരും. അപ്പൊ ക്രിക്കറ്റിന്റെ ലോകത്തിന്റെ പല ഭാഗത്തേക്കും കൂടുതൽ പ്രചരണത്തോടുകൂടി വരാൻ സാധിക്കും. കൂടുതൽ രാഷ്ട്രങ്ങൾ ഇത് ഏറ്റുപിടിക്കും. ആ കളി എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് ലോകകപ്പ് ഒരു ഫീഫ ലോകകപ്പ് മാതിരി ആക്കാനായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പോകുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത്. പിന്നെ സുതാര്യത കാര്യം പറയുകയാണെങ്കിൽ സുതാര്യത തീർച്ചയായിട്ടും കൂട്ടാവുന്നതാണ്. BCCI പറ്റി ധാരാളം ആക്ഷേപങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഞാനൊരു കാര്യം പറയുന്നു, ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നതിൽ ഏറ്റവും നന്നായി നടത്തുന്ന ഒരു ബോഡി BCCI ആണ്, അതിൽ തർക്കമില്ല. പക്ഷെ അടുത്ത ഒരു കാലത്തായിട്ട് 2007 ശേഷമുള്ള ഒരു കാലഘട്ടത്തിൽ പൈസയുടെ ഒരു ബാഹുല്യം വന്നത് കാരണം ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പൈസ വേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ പൈസ മാത്രമാവരുത് ലക്ഷ്യം. കളിയുടെ നന്മയായിരിക്കണം ലക്ഷ്യം, കളിക്കാരുടെ നന്മയായിരിക്കണം ലക്ഷ്യം, പൈസ മാത്രമാവരുത് ലക്ഷ്യം. അങ്ങനെ ഒരു രീതിയിലേക്ക് എല്ലാത്തിന്റെ അന്തിമ ലക്ഷ്യം എത്രത്തോളം കൂടുതൽ ബാങ്ക് ബാലൻസ് ആക്കാം എന്ന രീതിയിൽ ഒരു കോർപ്പറേറ്റ് പ്രവണതയിലേക്ക് പോവുകയാണെങ്കിൽ ശ്രീ രാഘവൻ, ഈ ഡെത്ത് ഓഫ് എ ജെന്റിൽമാൻ എന്ന ഡോക്യുമെന്ററിയിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം 3 രാജ്യങ്ങളിൽ മാത്രമായി ഇതിന്റെ നിർണായകമായ തീരുമാനങ്ങളുടെ നിലപാടുകളുടെയൊക്കെ ഒരു അവസ്ഥ നിലനിൽക്കുന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്. 7 അസോസിയേറ്റ് രാജ്യങ്ങൾ, 95 ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യപ്പെടുന്ന 95 രാജ്യങ്ങൾ പുറത്തു നിൽക്കുകയാണ്. അവരെ അടുപ്പിക്കുന്നില്ല. നമ്മളത് നോക്കേണ്ടത് 1980-കളിൽ ഇങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. അന്ന് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയുമാണ് കളി കൺട്രോൾ ചെയ്തിരുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്ന തന്നെ ഇന്ത്യ എന്ന രാജ്യമാണ് ഇതിനെ ബ്രേക്ക് ചെയ്തത്. കാരണം അവർക്കുണ്ടായിരുന്ന പല രാജ്യങ്ങൾക്കുള്ള വീറ്റോ പവർ ബ്രേക്ക് ചെയ്ത ഇന്ത്യയുടെ ഒരൊറ്റ നിർബന്ധം മൂലമാണ്. അങ്ങനെ ഒരു രാജ്യമായ ഇന്ത്യ രണ്ടാമത് ഇങ്ങനെ ഒരു അപ്രമാദിത്വം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു തെറ്റുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും അധികം പൈസ ഒഴുകുന്ന ഇന്ത്യയിൽ നിന്നാണ്. TV റൈറ്റ്സ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള ഒരു പര്യടനം ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. അതിന്റെ ദൈർഘ്യം വെട്ടിക്കുറച്ച് സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു പൈസയുടെ ഒരു അഹങ്കാരം ഇന്ത്യ കാണിക്കുന്നു എന്നൊരു തോന്നൽ പലയിടത്തും വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ലോക ക്രിക്കറ്റിനെ നയിക്കുന്നൊരു രാജ്യമായി വരുമ്പോൾ അങ്ങനെയുള്ള പരാതികൾ വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അതൊന്ന്. 2, ഇതുപോലെ തന്നെ IPL നടത്തിപ്പിന്റെ പേരിൽ കളിക്കാർക്ക് ധാരാളം മെച്ചങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതുവഴി ശ്രീലങ്കയ്ക്ക് ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ICCയുടെ വരുമാനം പങ്കുവയ്ക്കുന്നത് ശ്രീലങ്കയ്ക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. ആദ്യത്തെ ആ മീറ്റിംഗിൽ ശ്രീലങ്ക ഇന്ത്യക്കെതിരെ വോട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ രണ്ടാമത്തെ മീറ്റിംഗ് ആയപ്പോഴത്തേക്കും IPLലേക്ക് ശ്രീലങ്കൻ കളിക്കാർ കളിക്കുന്നതിന്റെ ഇത് കുറച്ചു. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കളിക്കാരുടെ പ്രശ്നം മൂലം ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് വഴങ്ങേണ്ടി വന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലും ഈ ഒരു IPLും അതുവഴിയുള്ള ആ ധനസ്രോതസ്സിന്റെയും ശക്തി കൊണ്ട് ഇന്ത്യ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി കാര്യങ്ങൾ മാറ്റുന്നു എന്നൊരു സ്ഥിതിവിശേഷം വരുന്നു. അത് വളരെ ദൗർഭാഗ്യകരമാണ്. താങ്കളേക്ക് ദയവായി ടെലിഫോണിലേക്ക് തുടരുക. നമ്മോടൊപ്പം ശ്രീ ഷൈജു ദാമോദരൻ, ഈ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഒരു ഇൻവോൾവ്മെന്റ്, അതോടൊപ്പം തന്നെ 2020 ക്രിക്കറ്റിലേക്കുള്ള ഫോക്കസ്, അതുവഴി സംഭവിക്കുന്നത് രാജ്യാന്തര ക്രിക്കറ്റിനപ്പുറത്ത് ക്ലബ് ക്രിക്കറ്റിലേക്കുള്ള
ക്ലബ് ക്രിക്കറ്റ് പ്രിവിലേജ് ലഭിക്കുന്ന രീതിയിൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ മുൻകൈ എടുക്കുന്നു. ഒപ്പം മാച്ച് ഫിക്സിംഗും വരുന്നു. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ക്രിക്കറ്റിന്റെ വസന്തകാലം അസ്തമിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ഒപ്പം തന്നെ ഈ ക്രിക്കറ്റിനെ മലീമസമാക്കുന്ന ഒരുപാട് വ്യക്തികൾ, നമ്മൾ ഇപ്പോൾ പി ശ്രീനിവാസൻ നല്ലവനാണോ ചീത്തയാളാണോ എന്നുള്ള കാര്യമല്ല വിഷയമെന്ന് ഈ ഡോക്യുമെന്ററിയിൽ തന്നെ അവർ പറയുമ്പോൾ തന്നെ BCCI ഒരു പ്രധാന ഉത്തരവാദിയാണ്. അതായത് ജെന്റിൽമാൻസ് ഗെയിം എന്ന ക്രിക്കറ്റ് മരണത്തെ നേരിടുന്നു, അല്ലെങ്കിൽ അതിന്റെ ആ പൊലിമ, അതിന്റെ ആ ഒരു വലിയൊരു അവസ്ഥയിലേക്ക് പോകുന്ന ആ ഒരു ക്രിക്കറ്റ് എന്നുള്ള സ്പോർട്സ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ ഇന്ത്യയാണ് പ്രധാന പ്രതി എന്ന രീതിയിലാണ് ഈ ഡോക്യുമെന്ററി അവസാനിക്കുന്നത്. എങ്ങനെ കാണുന്നു? വളരെ ശരിയാണ്. ഈ ഡോക്യുമെന്ററിയുടെ അകത്ത് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിലെ ചില ക്ലബ്ബുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തീരുമാനം എടുക്കുന്നത് പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ചേർന്ന, ക്ലബിന് എക്സിക്യൂട്ടീവും ക്ലബിന് രക്ഷാധികാരികളും ഒക്കെ ഉണ്ടെങ്കിലും അവരൊന്നും യാതൊരു കാര്യങ്ങളിലും അടുപ്പിക്കാറില്ല, അറിയിക്കാറില്ല. എന്ന് പറയുന്ന പോലെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് എന്ന് പറയുന്ന ECB, ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾസ് ഇൻ ഇന്ത്യ BCCI, ഈ 3 സ്ഥാപനങ്ങൾ, അത് 3 വ്യക്തികളാണ് ശരിക്കും. ആഷ്ലി ജൈൽസ് ക്ലാർക്കും ശ്രീനിവാസനും ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ചെയർമാനും, ഈ 3 പേരും ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ. നേരത്തെ രാഘവൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ ICCയുടെ വരുമാനത്തിന്റെ 75% ഈ 3 രാജ്യങ്ങളിലായി പങ്കുവെക്കപ്പെടുന്നു. ക്രിക്കറ്റ് വളർത്താൻ, ഗ്ലോബലി ക്രിക്കറ്റിനെ വളർത്തണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോട് മാത്രമുള്ള സ്നേഹമുള്ള ചില തീരുമാനങ്ങൾ. എനിക്ക് പറയാൻ ഒരു 2 മിനിറ്റ് കൂടെ അനുവദിക്കണം പ്രദീപ്. 3851 കോടി രൂപയാണ് അടുത്ത 6 വർഷത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ TV റൈറ്റ്സ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കളിക്കാരന്റെ വാർഷിക വരുമാനം കഴിഞ്ഞ വർഷത്തെ 2014-15 വാർഷിക വരുമാനം എന്ന് പറയുന്നത് 137.5 കോടിയാണ്. ആരുമല്ല, MS ധോണി. ലോകത്തെ 100 റിച്ചസ്റ്റ് ധനാഢ്യരായ കായിക താരങ്ങളിൽ ഉൾപ്പെടുന്ന ഏക ഇന്ത്യൻ കായിക താരം MS ധോണി, 137.5 കോടി രൂപ. ആ ലിസ്റ്റിലെ ഇന്ത്യയിലെ ഏറ്റവും ധനാഢ്യരായ കായിക താരങ്ങളുടെ ലിസ്റ്റിൽ 2ാമത് മാത്രമാണ് ടെണ്ടുൽക്കർ, 3ാമത് വിരാട് കോഹ്ലി, 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളെ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ കളിച്ചിട്ട് വർഷങ്ങളായി. ഗൗതം ഗംഭീർ 37.5 കോടി രൂപയാണ് വാർഷിക വരുമാനം. അത് IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായി തുടരുന്നു. IPL-ൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളവും അദ്ദേഹത്തിന്റെ പരസ്യ വരുമാനവും മാത്രം കണക്കിലെടുത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണം ഉൾപ്പെടുന്ന കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മുടെ കളിക്കാരും നമ്മുടെ കളി നടത്തുന്നവരും നമ്മുടെ അസോസിയേഷൻ ഭാരവാഹികളും കുറച്ചുകൂടി സുതാര്യരാവണം, കുറച്ചുകൂടി ശ്രദ്ധിക്കണം. സത്യവും വിശ്വാസവും എപ്പോഴും കാത്തുരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. വിശ്വാസം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഫടികപത്രം പോലെയാണ്, ഉടഞ്ഞുപോയാൽ തീർന്നു. ആ അവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റും ലോക ക്രിക്കറ്റും എത്തി നിൽക്കുന്നത്. ICCയെ ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിൽ എന്നാണ് ബംഗ്ലാദേശുകാർ അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആക്ഷേപിച്ചത്. അപ്പൊ ഇതുകൊണ്ടൊന്ന് നഷ്ടപ്പെട്ട വിശ്വാസം പെട്ടെന്ന് തിരിച്ചെടുക്കുക എന്നത് വളരെ ദുഷ്കരമായ, പ്രയാസമേറിയ ഒരു കാര്യമാണ്. പണം ഉൾപ്പെടുന്ന, നിങ്ങൾക്കറിയാമോ പ്രദീപ്, 4130 കോടി രൂപയാണ് 2010-ൽ BCCIയുടെ ടാക്സ് ലയബിലിറ്റി. അതായത് നികുതി അടക്കേണ്ട, നികുതി കുടിശ്ശിക വരുത്തിയത് 4130 കോടി രൂപ. അതിനുശേഷമാണ് 170 കോടി രൂപ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിക്കറ്റ് ഫെസിലിറ്റീസ് വളർത്താൻ എന്ന പേരിൽ BCCI ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് പണം കൈകാര്യം ചെയ്യുന്ന, കോടിക്കണക്കായ പണം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒട്ടും ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്നില്ല. IPL-ലൊക്കെ നേരത്തെ ദേവദാസ് പറഞ്ഞതുപോലെ എന്തോ ചില കാര്യങ്ങൾ വെളുപ്പിക്കാൻ, എന്തോ ചില കാര്യങ്ങൾ മൂടിവെക്കാൻ IPL-ലൊക്കെ ശരിക്കും കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടതാണ്. അതിനനുസരിച്ച് ആടുന്ന ചില താരങ്ങൾ മാത്രമായി നമ്മുടെ ക്ലബ്ബുകളും താരങ്ങളും അധപ്പതിക്കുന്നു. ക്രിക്കറ്റിന്റെ വസന്തകാലം അസ്തമിച്ചു എന്ന് പറയുന്ന ഈ വിഷയത്തിന് പ്രസക്തിയുണ്ട്. കാരണം ജനങ്ങൾ പഴയതുപോലെ ക്രിക്കറ്റ് കാണുന്നില്ല. ജനങ്ങൾ പലർക്കും ക്രിക്കറ്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, വിശ്വാസം ഉടഞ്ഞുപോയ സ്ഫടികപാത്രം പോലെയാണ്, തിരിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. ഒരുപാട് വിഷമിക്കേണ്ടി വരും നമ്മുടെ ക്രിക്കറ്റ് ഭരണാധികാരികൾക്ക്, നമ്മുടെ താരങ്ങൾക്ക്. നഷ്ടപ്പെട്ടു പോയ ഈ മേൽവിലാസം, നഷ്ടപ്പെട്ടു പോയ ഈ വിശ്വാസം. ശ്രീ ദേവദാസ്, നേരത്തെ നമ്മുടെ അതിഥിയായിട്ടുള്ള ശ്രീ രംഗനാഥൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. അതായത് എല്ലാ സമസ്ത മേഖലകളെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷവിത്ത് അഴിമതി ഫിഫയിലും ഉണ്ട്. അത്തരം കാര്യങ്ങൾ നേരിടുന്നു എന്നുള്ള അത് മാത്രമേ ഉള്ളൂ ICCയും BCCയും നേരിടുന്ന പ്രശ്നം എന്ന രീതിയിൽ ശ്രീ രംഗനാഥൻ പറഞ്ഞിരുന്നു. അതിനുള്ള മറുപടി ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഗിൽസ് ക്ലാർക്ക്, വാലി എഡ്വേർഡ്സ്, N ശ്രീനിവാസൻ തുടങ്ങിയ ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? അവരെന്താണ് ക്രിക്കറ്റുമായിട്ടുള്ള അവരുടെ ബന്ധം? അവരുടെ ഒരു ശ്രീ രാഘവൻ പറഞ്ഞ ഒരു അപ്രമാദിത്വം വളരെയധികം ക്രിക്കറ്റിനെ ബാധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇല്ലേ ഈ വിഷയത്തിൽ?
അവര് രംഗനാഥന്റെ പറഞ്ഞുതരാം. എന്താ പറയാ, രംഗനാഥനിൽ എന്താ പറയാ, ഈ സ്റ്റേറ്റ് അസോസിയേഷനിൽ ഈ ആഫ്റ്റർ ലെഫ്റ്റ് ഓവർ ബോൺസ് 25-30 കോടിയാണ് സ്റ്റേറ്റ് അസോസിയേഷന് വരുന്നത് ഇതിന്റെ ലാഭത്തുനിന്ന്. അതാണ് ഇന്നലെ ഫാറൂഖ് അബ്ദുള്ളനെ 113 കോടിന്റെ JKന്റെ ജമ്മു കാശ്മീരിന്റെ അഴിമതിയിൽ പിടിക്കുന്നത്. അതൊന്നും രംഗനാഥൻ കാണൂലേ. രംഗനാഥൻ 2010 സുപ്രീം കോടതിയിൽ എന്തിനാണ് പോകുന്നത്? രംഗനാഥനിലെ റൂളർ 11.3C ക്ലോസ് അത് ടെർമിനേഷനാണ് CSK. പക്ഷേ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, ശ്രീനിവാസന്റെ റോൾ എന്ന കള്ളത്തരം, സിമന്റ് വ്യാപാരിയും റിയൽ എസ്റ്റേറ്റും പൂഴി എസ്റ്റേറ്റിന്റെയും വ്യാപാരിയാണ് ഇപ്പം ക്രിക്കറ്റ് നിയന്ത്രിക്കുന്നത്. അല്ലെ, ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് അല്ല ഇവരുടെ. ഇവർക്ക് വേണ്ടത് IPL കൊണ്ട് എന്ത് എനക്ക് സ്വന്തമായിട്ട് ആക്കാം, എന്റെ ക്ലബിനാക്കാം, എന്നിട്ട് മതി ബാക്കിയുള്ള ഒരു എല്ലും കഷ്ണമാണ് ടെസ്റ്റ് ക്രിക്കറ്റും വൺഡേയും. അതുകൊണ്ടാണ് തകരുന്നത്. പിന്നെ രംഗനാഥൻ പറഞ്ഞു ഒരു വേൾഡ് കപ്പ് ഫിഫ എന്താ ജനറലൈസ്, ഫിഫ കക്കുന്നുണ്ടെങ്കിലും 208 രാജ്യങ്ങളെ പങ്കെടുക്കുന്നത്. അതാ രാഘവൻ പറഞ്ഞ ശരി. 14 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് 14 ടീമിനെ ചുരുക്കിയിട്ട് 10 ആക്കുക. പാവം അഫ്ഗാനിസ്ഥാനിലെ റെഫ്യൂജി ക്യാമ്പ്, ഇന്നത്തെ ഏറ്റവും വലിയ ക്രൈസിസ് റെഫ്യൂജിയാ, അത് റെഫ്യൂജി ക്യാമ്പ് എന്ന് വന്നിട്ടാണ് ഇങ്ങനെ റൈസ് ചെയ്ത. അയർലൻഡ് വേറെ ഒരു വിധത്തിൽ റൈസ് ചെയ്ത്. അപ്പൊ അവർക്കെല്ലാം ഒരു ടെസ്റ്റ് സ്റ്റാറ്റസ് വേറെ ഒരു ലെവലിൽ കൊടുത്ത് ഞങ്ങൾ വളർത്തി. ഒളിമ്പിക്സിനും ഏഷ്യാഡിനൊന്നും ഇന്ത്യ എന്തുകൊണ്ട് പോയിട്ടില്ല? ഇവരെ ഇന്ത്യൻ ടീമൊന്നും ഉപയോഗിക്കാൻ വിടും. ഏഷ്യാഡിനൊന്നും പോകാൻ വിടുന്നില്ല ഇവർ. ഒരു ഗോൾഡ് ഒളിമ്പിക്സിൽ ഗോൾഡ് കൊണ്ടുവരാൻ പറ്റിയല്ലേ? ഞങ്ങളെ T20 പ്ലേയേഴ്സിന് ഒളിമ്പിക്സിൽ കൊണ്ടുപോകില്ല. എന്തറിയാ, ഈ അസോസിയേറ്റ് രാജ്യം വന്നാൽ ഒളിമ്പിക് ഹെഡിലേക്ക് ഇവർ വരും. അപ്പോൾ അക്കൗണ്ടബിലിറ്റി കൂടും. ഇവർക്ക് വേണ്ടത് കക്കണം. അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ നിയമം, ഒന്നും കൂടി പ്രദീപ് ഞാൻ പറയാം, ഇതിൽ രാഷ്ട്രീയക്കാർ ഇന്ത്യയിൽ നിയമം പോലും ഫിക്സിംഗിൽ 2013 പിടിച്ച ശേഷം ആക്കിയില്ലേ അവർ. ഇന്ത്യ 2012 അജയ് മാക്കൻ ബില്ല് കൊണ്ടുവന്നിട്ട് ശരത് പവാറും BJP ലീഡേഴ്സും കൂടി സ്കട്ടിൽ ചെയ്തു, കൊണ്ടുവന്നില്ല ഇവിടെ. അതേസമയം ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ക്രിമിനൽ ലോ ആക്കി, ഫിക്സിങ് ഞങ്ങൾ ആക്കിയില്ല. എന്തുകൊണ്ട്? ഈ ലളിത് മോഡി രക്ഷപ്പെടണം. 100 കോടിയെല്ലാം ഈ അമിത്ഷാന്റെ മോനും ലീഡർ ആവണം. അമിത്ഷാക്ക് വേണം. മോഡി, JK, PC ജോഷി, ജ്യോതിരാദിത്യ സിന്ധ്യ, രാജീവ് ശുക്ല, ലല്ലു പ്രസാദ് യാദവ് എല്ലാം ആടും എരുമയും മേക്കുന്നതും വരെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കക്കുക. അതിന് കൂട്ടുവെക്കുക KC. അതുകൊണ്ടാണ് ശ്രീശാന്തിനെ പോലത്തെ, ഒന്നും കൂടി പറയാം, ശ്രീശാന്തിനെ പോലത്തെ പ്ലേയേഴ്സിനെ ഒന്നും ഇവർക്ക് വേണ്ട, നശിപ്പിക്കും. 15ഓളം ഫസ്റ്റ് ക്ലാസ് പ്ലേയേഴ്സിന്റെ ലൈഫ് ബാൻ കൊടുത്തു ഇവർ. എന്തുകൊണ്ട്? അതേസമയം ഈ ശ്രീനിവാസനെയും മേയപ്പനെയും നിലനിർത്തുന്നു. 12 സീൽ കവേഴ്സ് പ്ലേയേഴ്സിനെ പറ്റി പറയുന്നില്ല. ഇവർക്ക് വേണ്ട കാട്ട് കള്ളന്മാരായ കളിക്കാരും കാട്ട് കൊള്ളക്കാരായ അഡ്മിനിസ്ട്രേറ്റേഴ്സും, എന്നിട്ട് രാഷ്ട്രീയക്കാർക്ക് ഉള്ള കൈക്കൂലി കൊടുത്തിട്ട് പോന്ന ഒരു കമ്പനിയാണ്, ബ്ലൂ പ്രിന്റ് ആണ് ഇത്. ഷൈജു ദാമോദരൻ, താങ്കളോട്, അതായത് ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയൊരു സ്കാൻഡലായിട്ടാണ് ഈ ഡോക്യുമെന്ററിയിൽ IPL കോഴ വിവാദത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല സുപ്രീം കോടതിയുടെ ഇടപെടൽ, ലോധ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആവുന്നുണ്ടെന്നും അവർ സമ്മതിക്കുന്നുണ്ട്. എങ്ങനെ കാണുന്നു? തീർച്ചയായും. അതായത് ആ ഡോക്യുമെന്ററി തന്നെ പറയുന്നുണ്ട്, ഏതാണ്ട് 25,000 കോടി രൂപയാണ് ഒരു സീസണിലെ IPL-ൽ വാതുവെപ്പിന് വേണ്ടിയിട്ട് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. നമ്മളിപ്പോ TV ചാനലിലിരുന്ന് പറയാം, 25,000 കോടി രൂപയുടെ അതിന്റെ ഒരു വോളിയം ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രദീപ്. അത്രയും കാശ് ഓരോ സീസണിലും IPL-ലൂടെ ഒഴുകുകയാണ്. ഇത് സിമ്പിളാണ്. അതായത് നിങ്ങൾ ഒരു സ്പോർട്സ് ആയാലും ഒരു ഗെയിം ആയാലും അതിനെ ഇഫ് യു ആർ മേക്കിംഗ് ഇറ്റ് മോർ ബിസിനസ് ആൻഡ് മോർ ബിസിനസ്, അതിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെടും, അതിന്റെ വാല്യൂസ് നഷ്ടപ്പെടും. അത് മാത്രമേ ക്രിക്കറ്റിനോട് സംഭവിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വാണിജ്യവൽക്കരിക്കാനുള്ള, എത്രയും കൂടുതൽ പണമുണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൽ അതിന്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോയത്, അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ജെന്റിൽമെൻസ് ഗെയിമിനാണ്, മാന്യന്മാരുടെ കളിക്കാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്യുമെന്ററിയുടെ പ്രസക്തി. ഡെത്ത് ഓഫ് എ ജെന്റിൽമെൻ, എന്ത് വളരെ വളരെ അർത്ഥവത്തായ ഒരു പേരാണ് കിംബറും സാംസണും ചേർന്ന്, സാം കോളിൻസും ജെറോഡ് കിംബറും ചേർന്ന് നൽകിയത്. ഡെത്ത് ഓഫ് എ ജെന്റിൽമെൻ. എത്രമാത്രം നിങ്ങൾ ബിസിനസ് വൽക്കരിക്കാൻ, വാണിജ്യവൽക്കരിക്കാൻ ഒരു ഗെയിമിനെ ശ്രമിക്കുന്നു, അത്രമാത്രം അതിന്റെ ആത്മാവും അതിന്റെ മൂല്യങ്ങളും നഷ്ടപ്പെടുന്നു. വളരെ ശരിയാണ്. IPL-ൽ ഏറ്റവും കൂടുതൽ, IPL ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്, IPL നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പറയുന്ന പോലെ ക്രിക്കറ്റിലെ കോടാനുകോടികളായ പണം വേറൊരു മാർഗത്തിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാൻ നിർമ്മിക്കപ്പെട്ടൊരു സാധനമാണ്. എന്തുകൊണ്ടാണ് 2008 IPL-ന്റെ ചെയർമാനായി വന്ന വ്യക്തിയെ തന്നെ 2010, 2 വർഷം തികയുന്നതിന് മുമ്പ് ഏറ്റവും വലിയ ഒരു പണം തട്ടിപ്പ്, IPL തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം കസേര തെറിച്ചുപോയി. ഇന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ സാധിക്കാത്ത വിധം ലണ്ടനിൽ, അതായത് ഇംഗ്ലണ്ടിൽ അഭയാർത്ഥിയായി അദ്ദേഹത്തിന് കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്?
ഇതൊക്കെ മണി ഇൻവോൾവിംഗ് മാറ്റർ അല്ലേ? ലളിത് മോഡിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് IPL ആണ് ഇതിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നാശത്തിനാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നാശത്തിനാണെങ്കിലും IPL-ന്റെ ആവിർഭാവത്തിന് ശേഷമുള്ള ക്രിക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ അപജയം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ മണി ഇൻവോൾവിംഗ്, പണം തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു. ശ്രീ KN രാഘവൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടെങ്കിൽ ഈ ഡോക്യുമെന്ററിയിൽ തന്നെ പറയുന്നുണ്ട് മണി ഇൻവോൾവ്മെന്റ് ആൻഡ് മോറലി ആൻഡ് ഫിനാൻഷ്യലി കറപ്റ്റ് ബോർഡുകൾ. അതായത് ഇന്ത്യ BCCI മാത്രമല്ല, CA ക്രിക്കറ്റ് ഓസ്ട്രേലിയയെക്കുറിച്ചും ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ബോർഡിനെ ഒരു കുടുംബ സ്വത്താക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഉയർത്തി കാണിക്കുന്നു. ഇന്ത്യയെപ്പോലുള്ളൊരു ജനാധിപത്യ രാജ്യത്ത് ക്രിക്കറ്റ് പോലുള്ള ഏറ്റവും അധികം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും അധികം വരുമാനമുണ്ടാക്കുന്ന, ഒരുപാട് സാധ്യതകളുള്ള ഈ ഗെയിം ഏതാനും ചില ആളുകളുടെ കൈവശം പോകുന്നതിന്റെ അതിന്റെ നീതി എന്താണ് മനസ്സിലാവുന്നില്ല. അതാണ് ആദ്യം പറഞ്ഞൊരു കാര്യം. കാരണം ഈ BCCIയുടെ സ്ട്രക്ചർ, അതായത് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ആക്ട്, അതെല്ലാം വളരെ പുരാതനമായൊരു കൃതിയാണ്. അതൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ BCCI എന്ന ബോഡി 1928 വരുമ്പോഴും അന്ന് അതിനെ ഒരു തമിഴ്നാട് മദ്രാസ് പ്രസിഡൻസിയാണ്, അതിലൊരു ചാരിറ്റബിൾ ആക്ടിന് മുകളിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴും ഒന്നും ഇങ്ങനെ ഒരു വലിയ ലോക ക്രിക്കറ്റിനെ നയിക്കുന്ന ഒരു ബോഡി ആയിട്ട് ഇത് വളർന്നു വരുന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. അപ്പൊ കാലോചിതമായൊരു മാറ്റം BCCIയുടെ ഘടനയിലോ അതിന് നടപ്പാക്കുന്ന നിയമങ്ങളിലോ ഒന്നും വന്നിട്ടില്ല. അത് വളരെ അനിവാര്യമാണ് ആ ഒരു മാറ്റം വരുത്തണം. അതാണിപ്പോ ലോധ കമ്മിറ്റി ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു രീതിയിലുള്ള ഘടന മാറി ആരൊക്കെ മെമ്പർമാരാവണം, ആർക്കൊക്കെ വോട്ടിംഗ് റൈറ്റ് വേണം, അങ്ങനെ താഴത്തുനിന്ന് മുകളിലേക്കുള്ള ആ ഒരു ക്രിക്കറ്റിംഗ് സ്ട്രക്ചർ മുഴുവൻ എങ്ങനെയായിരിക്കണം, ഒരു പക്ഷേ ശ്രീ KN രാഘവൻ ഒന്നിടപെട്ട്, അതായത് ഈ ഡെത്ത് ഓഫ് എ ജെന്റിൽമാൻ എന്ന ഡോക്യുമെന്ററിയിൽ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് വേറെ എന്തെല്ലാം വിഷയങ്ങളാണ് വന്നതെന്ന് കൂടി താങ്കളിൽ നിന്ന് അറിയാൻ താല്പര്യമുണ്ട്. ശ്രീ രാഘവനുണ്ട്, ശ്രീ KN രാഘവനുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ദിവസങ്ങൾ നീളുന്ന ആ ടെസ്റ്റ് ക്രിക്കറ്റിന് പ്രസക്തി ഇല്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ വരെ പറയുന്നു 25 ഓവറുള്ള 2 സെക്ഷനാക്കിയിട്ട് വൺ ഡേ മാച്ച് വരെ മാറ്റാമെന്നുള്ളത്. അതൊക്കെ തന്നെയല്ലേ യഥാർത്ഥ പ്രശ്നം? ഈ ഡോക്യുമെന്റിൽ പറയുന്നൊരു കാര്യം എന്താണ്, ടെസ്റ്റ് ക്രിക്കറ്റിന് ഒരു അവഗണന സംഭവിക്കുന്നുണ്ട്. കാരണം ടെസ്റ്റ് ക്രിക്കറ്റ്, പ്രത്യേകിച്ച് ഇന്ത്യയോ ഓസ്ട്രേലിയയോ ഇംഗ്ലണ്ടോ കളിക്കാത്ത ടെസ്റ്റ് ക്രിക്കറ്റ് വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്ന്. ക്രിക്കറ്റിനിപ്പോൾ അന്താരാഷ്ട്ര ലെവലിൽ 3 തരത്തിലുള്ള മത്സരങ്ങൾ, ദൈർഘ്യം അനുസരിച്ച് ടെസ്റ്റ് മത്സരങ്ങളുണ്ട്, വൺ ഡേ മത്സരങ്ങളുണ്ട്, T20 ഉണ്ട്. അപ്പൊ അതിന്റെ ഘടന വെച്ച് നോക്കിയാൽ T20 ആണ് ഏറ്റവും പോപ്പുലർ. കാരണം വളരെ കുറച്ചു നേരത്തേ ഉള്ളൂ, 20 ഓവർ വെച്ച് കളിക്കുന്നു, കൂടുതൽ സ്ട്രോക്സ് വരുന്നു. അപ്പൊ ക്രിക്കറ്റിനെ പറ്റി വലിയ അറിവോ അല്ലെങ്കിൽ അതിനെ അധികം ഫോളോ ചെയ്യാത്ത ഒരു വ്യക്തിക്കോ കൂടി വളരെ അനായാസമായിട്ട് ഇത് ആസ്വദിക്കാനും സാധിക്കും. വൺ ഡേ മത്സരങ്ങൾ കുറച്ചുകൂടി ദൈർഘ്യമുള്ളതാണ്, അതിനൊക്കെയുള്ളതാണ് ടെസ്റ്റ് മത്സരങ്ങൾ. അപ്പൊ ഓരോന്നിനും അതിന്റേതായിട്ടുള്ള പ്രസക്തി ഉണ്ട്, ടെസ്റ്റ് മത്സരങ്ങൾക്കും വൺ ഡേ മത്സരങ്ങൾക്കും T20ക്കും. അപ്പൊ ഒന്ന് മോശമാണ് മറ്റേത് നല്ലതാണെന്നുള്ളൊരു അഭിപ്രായത്തോട് യോജിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കില്ല. പക്ഷെ ഇത്രയധികം മത്സരങ്ങൾ വരുമ്പോൾ സാധാരണയായിട്ട് ടെസ്റ്റ് മത്സരങ്ങൾ പുറയിലേക്ക് പിന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റ് മത്സരങ്ങൾക്ക് അതിന്റെ ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് ആ മത്സരങ്ങൾക്ക് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ടും അതുപോലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കാനായിട്ടും നോക്കണം. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒരു വലിയൊരു അവഗണന നേരിടുന്നു. ഡൊമസ്റ്റിക് ക്രിക്കറ്റ്, പ്രത്യേകിച്ച് ലോങ്ങർ ഡ്യൂറേഷൻ ഡൊമസ്റ്റിക്, രഞ്ജി ട്രോഫി, ദിലീപ് ട്രോഫി, ഈ മത്സരങ്ങളെ വലിയ അവഗണന നേരിടുന്നു. ഈ ഒരു അവഗണന തുടർന്ന് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് നല്ലൊരു ടെസ്റ്റ് ടീം ഇല്ലാത്തൊരു സാഹചര്യം വന്നേക്കാം. കാരണം ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കണമെങ്കിൽ 5 ദിവസത്തെ മത്സരങ്ങൾ കളിക്കാൻ ഒരു വളരെ വ്യത്യസ്തമായ ടെക്നിക്കും ടെമ്പർമെന്റും ആവശ്യമുള്ളതാണ്. ഫീൽഡിംഗ് റെസ്ട്രിക്ഷൻസ് ഇല്ല, ബൗളർക്ക് റെസ്ട്രിക്ഷൻ ഇല്ല. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന ഒരു പരീക്ഷ ടെസ്റ്റ് മത്സരമാണ്. അപ്പൊ അതിന്റെ നാശം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിക്കറ്റിന്റെ തന്നെ ഉന്മൂലനത്തിലേക്ക്. തീർച്ചയായും ശ്രീ രാഘവൻ, നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ലോക ക്രിക്കറ്റ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് നമുക്ക് അനുമാനിക്കാം, അല്ലേ? ആ ഒരു പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യം തുറന്നു കാട്ടുകയാണ് ഈ ഡോക്യുമെന്ററി ചെയ്യുന്നത്.